ആരും സ്ക്രോൾ ചെയ്യില്ലേ, ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ മുടി നിറച്ച് നരയ്ക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കെമിക്കൽ ഡൈ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഇതൊരു ഏരിയ മാത്രമല്ല, കവർ ചെയ്തല്ല, അവിടെ ഇവിടെ എല്ലാം നരച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം ഡൈ ചെയ്യുകയാണെങ്കിൽ മൊത്തം മുടി നമ്മൾ ഡൈ ചെയ്തെടുക്കണം. അപ്പം എനിക്കതെന്തോ ബുദ്ധിമുട്ടായിട്ട് തോന്നി. നമ്മൾക്ക് ചെറുപ്പമല്ലേ അല്ലേ. അപ്പം ഞാനെന്ത് ചെയ്തു, യൂട്യൂബിലൊക്കെ ഒന്ന് തപ്പിപ്പോണ്ടല്ലോ, പിന്നെ കുറച്ച് നാച്ചുറൽ ഒരു മെത്തേഡ്, രണ്ടുമൂന്ന് മെത്തേഡ് കണ്ടു. അപ്പം അതിലേറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു മെത്തേഡ് ഞാൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് പരീക്ഷിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റിസൾട്ട് കണ്ടു നോക്ക്. ഞാൻ ജെന്യൂനായിട്ടേ പറയുള്ളൂ ഓക്കെ ആണോ അല്ലയോ എന്ന്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ അകാലനരയുണ്ട്. അപ്പോൾ അകാലനരയല്ല, പ്രായമായിട്ട് ഉള്ള നരയാണെങ്കിലും ഞാൻ അതിൻ്റെ ജെന്യൂൻ റിസൾട്ട് പറയും. വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ നാട്ടിലൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ചെക്ക് ഡാമാണ്. അതിനോടനുബന്ധിച്ചൊരു കുഞ്ഞു പാർക്കുണ്ട്. ഇന്നൊരു വികസനം വരാൻ പോവാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടോ വീഡിയോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യാൻ പോവാണ്. അതായത് കെമിക്കൽ ഹെയർ ഡൈ യൂസ് ചെയ്തിട്ട് അലർജി ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ ഇല്ലാത്തവരുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് 2 വീക്സിൽ വൺസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യൂട്യൂബിൽ പല അഭിപ്രായത്തിലുള്ള വീഡിയോസ് കിടപ്പുണ്ട്. ചില ആൾക്കാർ ഇത് യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ യൂസ്ഫുൾ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം യൂസ്ഫുൾ ആണ് എന്ന് പറയുന്ന ആൾക്കാരുടെ വീഡിയോയും യൂസ്ഫുൾ അല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ വീഡിയോയും ഞാൻ ഫോളോ ചെയ്തിരുന്നു. ഞാൻ ആദ്യത്തെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ആദ്യം നീലമരി വെച്ച് ഇൻഡിഗോ പൗഡർ മാത്രം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് വർക്കായില്ല, ഒട്ടും കളർ പിടിച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്ത വീഡിയോ ഫോളോ ചെയ്യാണ്. നമ്മൾ 2 ദിവസമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ഹെന്ന ചെയ്യാണ് മുടിക്ക്. അതായത് ഹെന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെന്ന പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡ്, അല്ലെങ്കിൽ മൈലാഞ്ചി യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം, ഒറിജിനൽ മൈലാഞ്ചി. പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തലേദിവസേ മീൻസ് 8 മണിക്കൂർ, ഓവർനൈറ്റ് അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് വേണം ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ല കട്ടൻ ചായ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് ശകലം വറ്റിച്ച കട്ടൻ ചായ, അതേപോലെ ഹെന്ന പൗഡർ, പിന്നെ നമുക്ക് നെല്ലിക്ക പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ശ്രദ്ധിക്കണേ. ചില ആൾക്കാർ ചെമ്പരത്തി ഹൈബിസ്കസ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നമുക്ക് ഇരുമ്പ് സെറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇരുമ്പിന്റെ സ്ലൈഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിക്കകത്തും ഇത് മിക്സ് ചെയ്ത് വെക്കാട്ടോ ഓവർനൈറ്റ്. എനിക്ക് ഇങ്ങനെയാണ് ഗ്രേ ഹെയർ ഉള്ളത്, നരച്ച മുടി ഉള്ളത്, ഇൻബിറ്റ്വീൻ ആണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും അത് കാണാൻ പറ്റില്ല, പക്ഷെ നല്ലോണം ഗ്രേ ഹെയർ ഉണ്ട് കേട്ടോ. നല്ല വൃത്തികേടാണ് ഫേസിനത്. ആക്ച്വലി ഇത് നമ്മൾ 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് മിക്സ് ചെയ്ത് വെച്ച ഈ ഹെന്ന കൂട്ട് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ചെറുതായിട്ട് ഹെയർ വെറ്റാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പിടിക്കും. അപ്പം ഹെയറിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു ഫുള്ള് ഹെയർ കവർ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അത് വന്നിട്ട് വേറൊരാൾ നമുക്ക് ഇട്ട് തരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലേ, എല്ലാ ഹെയർ കവർ ചെയ്ത് ചെയ്യാൻ വേണ്ടി. ഹെന്നയുടെ മിക്സ് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് തന്നെ ഒരു മെത്തേഡാണ്. മീൻസ് അത് വന്നിട്ട് നമ്മുടെ ഫുൾ ഹെയർ കവർ ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഇങ്ങനെ പറ്റിച്ചു വെക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒട്ടും ഇത് ഒലിച്ചു പോവാതിരിക്കും. തലയുടെ തന്നെ ഇങ്ങനെ ആ ഒരു സത്തെല്ലാം ഇറങ്ങും കേട്ടോ. മീൻസ് തലയോട്ടിലായിട്ട് ഇറങ്ങും. പിന്നെ ഈ ഹെന്ന ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. തലനീര് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. തലവേദനയോ പനിയോ ഒക്കെ ഉള്ളവരും അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉള്ളവരൊക്കെ ഒത്തിരി ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട. 1 മണിക്കൂർ മിനിമം. പിന്നെ 1 മണിക്കൂർ വെച്ചിരുന്നാൽ മതി അതിന്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 45 മിനിറ്റ് വെച്ചാലും ഓക്കെയാണ് കേട്ടോ. 3/4 മണിക്കൂർ വെച്ചാലും ഓക്കെയാണ്. പിന്നെ നല്ല സൈനസൈറ്റിസോ തലവേദനയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 45 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അങ്ങനെ 45 മിനിറ്റ് കൊണ്ടൊന്നും തണുപ്പിറങ്ങി പനി പിടിക്കുകയൊന്നും ചെയ്യില്ല. ഓൾറെഡി പനി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാൻ, പനിയൊക്കെ മാറിയതിന് ശേഷം യൂസ് ചെയ്താൽ മതി കേട്ടോ. പനി കൂടാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ഫുള്ള് ഹെയർ കവർ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ വന്നിട്ട് ഈ ഫ്രണ്ടിലുള്ള ഹെയർസ് മാത്രമേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രേ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഹെയറിന്റെ നീളവും തിക്നെസ്സും അനുസരിച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റി നോക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകും. എന്നിട്ട് ഞാനത് മുഴുവൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഞാൻ വെച്ചിരുന്നു.
എന്നിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞത് കേട്ടോ. ഇതിപ്പം രാവിലെ ആയതുകൊണ്ട് കുട്ടികളെ സ്കൂളിലൊക്കെ വിടേണ്ട തിരക്കുകളും അതിൻ്റെ ഇടയ്ക്കുമൊക്കെയാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, നമ്മൾ ഒരുപാട് നേരം വെച്ചിരിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ മാക്സിമം ഗ്രേ ഹെയർ ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്, മാക്സിമം. പിന്നെ അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചീപ്പ് കൊണ്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഹെയറും കവർ ചെയ്ത് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാലും എന്നിട്ട് ഞാനിതിങ്ങനെ കെട്ടിവെക്കുന്നുണ്ട്. കെട്ടിവെച്ചിട്ട് ഞാനൊരു 1 ഹവറോളം വെയിറ്റ് ചെയ്തിട്ടാണ് കഴുകി കളയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ബാക്കി ജോലികളോ എന്ത് വേണേലും ചെയ്യാം. ഇതങ്ങനെ ഒലിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡേയിൽ, അതായത് ഇന്ന് രാവിലെ ഞാൻ ഹെന്ന ചെയ്തെങ്കിൽ നാളെ രാവിലെയാണ് ഞാൻ ഇൻഡിഗോ പൗഡർ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാവുള്ളൂ, അറ്റ് എ ടൈം ചെയ്യരുത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്, അത് വർക്കാവില്ല. അങ്ങനെ ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേ ഹെയർ ഒക്കെ റെഡ് കളറാകും, അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഹെന്നയുടെ കളറാകും. ആക്ച്വലി ഒരു ഓറഞ്ച് കളറൊക്കെ ആകും. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആവശ്യത്തിന് ഇൻഡിഗോ പൗഡർ എടുക്കുക. അതിപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് എത്ര എടുക്കണം എന്നുള്ളത് ഏകദേശം മനസ്സിലാവും. ഇൻഡിഗോ പൗഡർ എടുക്കുക. ഇൻഡിഗോ പൗഡർ ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടി. പച്ചവെള്ളം അല്ല, ലൂക്ക് വാം വാട്ടറാണ്. വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. എന്നിട്ട് അതൊരു 20 മിനിറ്റ് വരെ നമുക്ക് സൈഡാക്കി വെക്കാം കേട്ടോ. നമ്മൾ തലയിൽ തേക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് നമ്മൾ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉള്ളവര് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് വെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നനച്ചു കൊടുക്കണം, എന്നാലേ നമ്മുടെ ഹെയറിലേക്ക് ഇൻഡിഗോ പൗഡർ മീൻസ് മിക്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും, ആ പേസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പിടിക്കുള്ളൂ, കളറ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ മുകളിൽ ബ്ലാക്ക് കളർ പാട വന്നു കേട്ടോ. പക്ഷെ അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ കളറാണ് വരുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇത് നമ്മുടെ ഹെയറിലും ആക്ട് ചെയ്യുന്നത്, ഹെയർ കളർ ബ്ലാക്ക് ആയി മാറുന്നത്. ഹെന്ന ചെയ്ത ഹെയറിലേക്ക് നമ്മൾ ഈ ഒരു ഇൻഡിഗോ പൗഡറിന്റെ മിക്സ്, ചൂടുവെള്ളം കൂടി ആക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഗ്രേ ഹെയർ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുൾ കവറേജ് മീൻസ് എല്ലാ ഹെയറിലും ഫുൾ ഹെഡ് മുഴുവൻ നമ്മൾ കവർ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. ഒരു പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, കവർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈവൺ ആയിട്ട് നമുക്ക് ആ കളർ കിട്ടും കേട്ടോ. പിന്നെ എന്നിട്ട് അതുപോലെ നമ്മൾ ഹെന്ന എങ്ങനെയാണോ അപ്ലൈ ചെയ്ത് അതേപോലെ തന്നെ ഈ ഒരു മിക്സും നമ്മൾ നന്നായിട്ട് ഹെയർ ആൻഡ് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈവൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് തന്നെ ചെയ്യുമ്പോൾ ഒരു പരിധിയുണ്ട്. അപ്പം അതേപോലെ തന്നെ ചീപ്പ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോ ലെയർ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇൻഡിഗോ മിക്സ് തേച്ച് കൊടുക്കുമല്ലോ, എന്നിട്ട് നമ്മൾ ചീപ്പ് വെച്ചിട്ട് ചീകി കൊടുക്കുകയാണെങ്കിൽ, ചീകി കൊടുത്തിട്ട് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് എല്ലാ ഹെയറിലും ഇത് പിടിച്ചോളും. എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചെയ്യാൻ നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് ഹെന്ന ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്ത് പോവാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്റെ ഹെയർ വന്നിട്ട് ബ്ലാക്ക് ആവാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 84% ബ്ലാക്ക് നരച്ച മുടിയൊക്കെ കറുപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ആവാതിരുന്ന ഹെയർസ് മാത്രമേ എനിക്ക് വെള്ള കളറിൽ കാണുന്നുള്ളൂ. ബാക്കി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇങ്ങനെ അതായത് എന്തെങ്കിലും അലർജിയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കെമിക്കൽ ഡൈ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിന്റെ റിസൾട്ട് മീൻസ് എത്ര കാലം ഇത് ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ട് കാണിക്കുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് കവർ ആയിട്ടുണ്ട്, ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്, എന്റെ നരച്ച മുടികളൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട്. അതിൽ വിട്ടുപോയിട്ടുള്ള മുടികൾ മാത്രമേ നമ്മൾ ഇടയ്ക്കും ഒക്കെ കാണത്തുള്ളൂ. ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.